നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. രാജിയിൽ തീർപ്പാകാതെ ബാർക്കോഴയിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച കെ ബാബുവിന്റെ രാജിക്കത്ത് ഗവർണർക്ക് കൈമാറുന്നത് വൈകുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തിരക്കിലായിരുന്നതിനാലാണ് നടപടി വൈകിച്ചതെന്ന് വിശദീകരണം. വിജിലൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയ ബാബു അനുകൂല വിധി ഉണ്ടായാലും മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന ഉറച്ച നിലപാടിൽ. റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ കഴിഞ്ഞ് നാളെയോടെ മുഖ്യൻ ഗവർണർക്ക് കത്ത് കൈമാറുമെന്ന് സൂചന. കത്ത് കൈമാറുന്നതിലെ കാലതാമസത്തിനെതിരെ CPM ഇന്നലെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ബാബു നൽകിയ കത്ത് ഗവർണർക്ക് കൈമാറാതെ ഉമ്മൻചാണ്ടി പോക്കറ്റിലിട്ട് നടക്കുന്നുവെന്ന് കോടിയേരി. വിജിലൻസ് ഉത്തരവിൽ സ്റ്റേ അനുവദിക്കാത്തതിനെ തുടർന്ന് പൊളിഞ്ഞത് ബാബുവിനെ തിരികെ എത്തിക്കാനുള്ള മുഖ്യന്റെ നീക്കമെന്നും ആക്ഷേപം. കണ്ണടയ്ക്കാതെ ആഘോഷം. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിൽ രാജ്യം 67ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ നിറവിൽ. ഡൽഹിയിൽ അതിജാഗ്രത. IS ആക്രമണ ഭീഷണിയുടെ സാഹചര്യത്തിൽ രാജ്പഥിന് കാവലായി 1,50,000 സൈനികർ. ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ്വാ ഒലോന്ദ് മുഖ്യാതിഥിയായ ദിനാഘോഷ ചടങ്ങിന് പകിട്ടേകാൻ ചരിത്രത്തിൽ ആദ്യമായി ഫ്രഞ്ച് സൈനിക സംഘവും പരേഡിൽ. സുരക്ഷ കണക്കിലെടുത്ത് ആഘോഷ ചടങ്ങുകളുടെ ദൈർഘ്യം പതിവിലും കുറവ്. പാതിരാവിലെ സോളാർ മൊഴി. സോളാർ കമ്മീഷന്റെ ചരിത്ര വിസ്താരത്തിൽ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് ഉമ്മൻചാണ്ടി. രാത്രി 1 മണി വരെ 14 മണിക്കൂർ നീണ്ട വിസ്താരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് മൊഴി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിന് 1 രൂപ പോലും നഷ്ടം സംഭവിച്ചിട്ടില്ല. സരിത എസ് നായർ തന്നെ കണ്ടിട്ടുള്ളത് 3 തവണ മാത്രം. 2 തവണ എത്തിയത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിന്, മറ്റൊരിക്കൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിവേദനം നൽകാൻ. തലസ്ഥാനത്ത് തൈക്കാട് ഗസ്റ്റ് ഹൌസിലെ വിസ്താരത്തിന് മുമ്പ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും സോളാർ പ്രതികളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഉമ്മൻചാണ്ടി. ഡൽഹിയിൽ വെച്ച് സരിതയെ കണ്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ മൊഴി. സോളാർ കേസിൽ നുണപരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകൻ ഉന്നയിച്ച ആവശ്യത്തിന്മേൽ. സംസ്ഥാന മുഖ്യമന്ത്രിയെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വിസ്തരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യം. ഓർമ്മയിലെ കൽപ്പനാ നക്ഷത്രം. വെള്ളിത്തിരയിൽ ചിരിയുടെ വെള്ളിവെളിച്ചം തൂകി മറഞ്ഞ അഭിനേത്രിക്ക് കലാലോകത്തിന്റെ അഞ്ജലി. ഇന്നലെ രാവിലെ ഹൈദരാബാദിൽ അന്തരിച്ച നടി കൽപ്പനയുടെ ഭൗതികദേഹം ഉച്ചയ്ക്ക് മുമ്പ് നാട്ടിലെത്തിക്കും. സംസ്കാരം വൈകിട്ട് തൃപ്പൂണിത്തുറ പുതിയകാവ് ശ്മശാനത്തിൽ. ചിരിയും നൊമ്പരവും ചാലിച്ചെഴുതിയ കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിന്റെ മനസ്സു കീഴടക്കിയ കൽപ്പന വിട പറഞ്ഞതും അഭിനയത്തിന്റെ തിരക്കുകൾക്കിടെ. തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഹൈദരാബാദിൽ എത്തിയ നടിയുടെ അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് ഹോട്ടൽ മുറിയിൽ. ബാലതാരമായി സിനിമയിലെത്തി ദക്ഷിണേന്ത്യൻ ഭാഷകളിലെല്ലാം തിളങ്ങിയ കൽപ്പന അവിസ്മരണീയമാക്കിയത് 300-ലധികം കഥാപാത്രങ്ങളെ. തേടിയെത്തിയ ബഹുമതികളിൽ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരവും. ഭീകരതയുടെ സന്ദേശം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് മുംബൈ മോഡൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. IS ഭീകരർ പുതിയ ആക്രമണ ശൈലി വികസിപ്പിച്ചെടുത്തത് ആഗോളതലത്തിൽ വൻ ഭീകരാക്രമണങ്ങൾ നടത്താനെന്ന് യൂറോപോൾ പോലീസ് മേധാവിയുടെ വെളിപ്പെടുത്തൽ. പാരീസ് ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 9 ഭീകരരുടെ അവസാന വാക്കുകളും ദൃശ്യങ്ങളുമായി ഇസ്ലാമിക് സ്റ്റേറ്റ് വീഡിയോ പുറത്ത്. മലേഷ്യയിലും ഇന്തോനേഷ്യയിലും പുതിയ ആക്രമണങ്ങൾ നടത്തുമെന്ന് മുന്നറിയിപ്പ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.